ഓരോ ദിവസവും വെറും 1%, 1% മെച്ചപ്പെട്ടാൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കേൾക്കുമ്പോൾ വളരെ ചെറുതായിട്ട് തോന്നാം അല്ലേ? പക്ഷെ ആ ഒരു ചെറിയ മാറ്റത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഭീമാകാരമായ ശക്തിയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. സത്യം പറഞ്ഞാല് ജീവിതത്തില് വലിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ നമ്മളെല്ലാവരും എത്രയോ തവണ ശ്രമിച്ചിട്ടുണ്ടാവും. ഒരു പുതിയ ശീലം തുടങ്ങാൻ നോക്കും, അല്ലെങ്കിൽ ഒരു വലിയ ലക്ഷ്യം മനസ്സിൽ കാണും. പക്ഷെ എന്താ സംഭവിക്കുന്നത്? കുറച്ചു ദിവസം കഴിയുമ്പോഴേക്കും ആ ഒരു ആവേശമൊക്കെ അങ്ങ് പോകും. ഈ ഒരു നിരാശ നമുക്കെല്ലാവർക്കും നല്ല പരിചയമുള്ള ഒന്നാണല്ലേ? നോക്കൂ, ഇതിനു മുന്നിൽ നമുക്ക് 2 വഴികളുണ്ട്. ഒന്നാമത്തെ വഴി ഒറ്റയടിക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. നമ്മളിൽ ഭൂരിഭാഗം പേരും ഇതാണ് തെരഞ്ഞെടുക്കുന്നത്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന് ഒരുപാട് എനർജി വേണം. അതുകൊണ്ട് തന്നെ പരാജയപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. എന്നാൽ രണ്ടാമത്തെ വഴിയോ വളരെ ചെറിയ സിമ്പിളായിട്ടുള്ള ചുവടുകൾ. ഇതാണ് നമ്മളെ സ്ഥിരതയോടെ മുന്നോട്ടു പോകാൻ സഹായിക്കുന്നത്. ഈ ഒരാശയം കുറച്ചുകൂടി വ്യക്തമാക്കാൻ നമുക്ക് അഹമ്മദ് എന്നൊരു സാധാരണ വിദ്യാർത്ഥിയുടെ കഥ കേൾക്കാം. നമ്മളിൽ പലരെയും പോലെ അഹമ്മദും ഈ എല്ലാം അല്ലെങ്കിൽ ഒന്നുമില്ല എന്നൊരു കെണിയിൽ പെട്ടുപോയ ആളായിരുന്നു. അഹമ്മദ് ഒരു ശരാശരി വിദ്യാർത്ഥിയായിരുന്നു. പഠനത്തിലായാലും സ്പോർട്സിലായാലും എല്ലാത്തിലും ഒരു ആവറേജ്. അവനെപ്പോഴും അവനെ തന്നെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യും. അപ്പോഴൊക്കെ അവന് തോന്നും താൻ എത്ര പിന്നിലാണെന്ന്. ആത്മവിശ്വാസമെന്നൊന്നും ഉണ്ടായിരുന്നേയില്ല. ഞാൻ ഒന്നിനും കൊള്ളില്ല എന്നൊരു ചിന്ത എപ്പോഴും അവനെ അലട്ടിയിരുന്നു. അങ്ങനെയിരിക്കെ അവൻ തീരുമാനിച്ചു, എങ്ങനെയെങ്കിലും മാറണം. ഒറ്റ രാത്രി കൊണ്ട് എല്ലാം ശരിയാക്കണം. അതായിരുന്നു അവന്റെ ചിന്ത. ഒരു ദിവസം 3 മണിക്കൂർ വെച്ച് പഠിക്കാൻ തുടങ്ങി. പക്ഷെ എന്തുപറ്റി? ഒരാഴ്ച പോലും തികഞ്ഞില്ല. ആവേശം മുഴുവൻ പോയി. പുസ്തകം അടച്ചുവെച്ചു. അടുത്ത ശ്രമം ജിമ്മിലായിരുന്നു. വലിയ ആവേശത്തോടെയൊക്കെ തന്നെയാ തുടങ്ങിയത്. പക്ഷെ 10 ദിവസം കഴിഞ്ഞപ്പോൾ അതും നിർത്തി. ഈ വലിയ ലക്ഷ്യങ്ങൾ അവനെ പെട്ടെന്ന് തന്നെ മടുപ്പിച്ചു കളഞ്ഞു. പിന്നെ നോക്കിയത് രാവിലെ നേരത്തെ എഴുന്നേൽക്കാനാണ്. അത് വെറും 3-ാമത്തെ ദിവസം തന്നെ പൊളിഞ്ഞു. ഓരോ പരാജയവും അവനെ കൂടുതൽ കൂടുതൽ നിരാശനാക്കി. അവൻ സ്വയം പറഞ്ഞു, ഒരുപക്ഷെ എന്നെക്കൊണ്ടിതിനൊന്നും പറ്റില്ല. എന്നാൽ അവനിങ്ങനെ ആകെ നിരാശനായിരിക്കുന്ന ഒരു ദിവസം അവന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടായി. അവൻ അവന്റെ മുത്തച്ഛനെ കണ്ടു. ആ ഒരു കൂടിക്കാഴ്ച അവന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോവുകയായിരുന്നു. അവന്റെ മുത്തച്ഛൻ ഒരു പഴയ കസേര മിനുക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഈ ചെറിയ മിനുക്കുപണികൾ കണ്ടോ? ഓരോ തവണ ഉരസുമ്പോഴും അതിന് പുതിയൊരു തിളക്കം കിട്ടുന്നുണ്ട്. ക്ഷമയോടെ പതുക്കെ പതുക്കെ ഈ കസേര വീണ്ടും പുതിയതുപോലെയാകും. ആ ലളിതമായ വാക്കുകൾ അഹമ്മദിന്റെ തലയ്ക്കകത്ത് ഒരു ബൾബ് കത്തതുപോലെയായിരുന്നു. മുത്തച്ഛന്റെ ആ ഉപദേശം അവന് പുതിയൊരു വഴി കാണിച്ചുകൊടുത്തു. അവൻ ജീവിതത്തിൽ ഒരു പുതിയ നിയമം കൊണ്ടുവന്നു. ദിവസേന 1% മാത്രം മെച്ചപ്പെടുക. വലിയ കുതിച്ചുചാട്ടങ്ങളൊക്കെ വിട്ടു അവൻ വളരെ ചെറിയ ലളിതമായ ചുവടുകൾ വെച്ച് തുടങ്ങി. അവന്റെ പുതിയ ലക്ഷ്യങ്ങൾ കേട്ടാൽ ശരിക്കും നമുക്ക് ചിരി വരും. 3 മണിക്കൂർ പഠനത്തിന് പകരം അവൻ തുടങ്ങിയത് വെറും 15 മിനിറ്റിൽ നിന്നാണ്. കിലോമീറ്ററുകൾ ഓടുന്നതിന് പകരം 5 പുഷപ്പുകൾ. ഒരു ഭാഷ മുഴുവൻ പഠിക്കുന്നതിന് പകരം ദിവസവും 5 പുതിയ വാക്കുകൾ മാത്രം. ഇപ്പോ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തുടക്കത്തിലൊരു മാറ്റവും കാണാനുണ്ടായിരുന്നില്ല. മറ്റുള്ളവർക്ക് പോയിട്ട് അവനുപോലും താൻ മെച്ചപ്പെടുന്നുണ്ടെന്ന് തോന്നിയില്ല. ഈ ഒരു ഘട്ടത്തിലാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും ശ്രമം ഉപേക്ഷിക്കുന്നതല്ലേ? പക്ഷെ അഹമ്മദ് നിർത്തിയില്ല. അവൻ ആ ചെറിയ ശീലങ്ങൾ എല്ലാ ദിവസവും തുടർന്നു. ദിവസങ്ങൾ കടന്നു പോകുന്തോറും ആ ചെറിയ ചെറിയ പരിശ്രമങ്ങൾ ഒരുമിച്ച് ചേർന്ന് വലിയൊരു ഊർജ്ജമായി മാറാൻ തുടങ്ങി. അതിന്റെ ഫലം ശരിക്കും അതിശയകരമായിരുന്നു. വെറും 1 മാസം കൊണ്ട് അവന്റെ 15 മിനിറ്റ് പഠനം ഒരു ബുദ്ധിമുട്ടുമില്ലാതെ 2 മണിക്കൂറായി വളർന്നു. 5 പുഷപ്പുകൾ 50ആയി. അവന്റെ കയ്യിൽ 150 പുതിയ വാക്കുകളുണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാളുമൊക്കെ വലുത് അവന്റെ നഷ്ടപ്പെട്ടുപോയ ആത്മവിശ്വാസം പതുക്കെ തിരികെ വരാൻ തുടങ്ങി എന്നതാണ്. മാസങ്ങൾ കഴിഞ്ഞു. അഹമ്മദ് ക്ലാസ്സിൽ കൂടുതൽ ആക്റ്റീവായി. അവന്റെ ശരീരം കൂടുതൽ ഫിറ്റായി. അവൻ നല്ല ആത്മവിശ്വാസത്തോടെ സംസാരിക്കാൻ തുടങ്ങി. ഒടുവിൽ സ്കൂളിലെ ഡിബേറ്റ് മത്സരത്തിൽ അവൻ 1-ാം സ്ഥാനം നേടിയപ്പോൾ അവന്റെ ടീച്ചർമാർ പോലും ഞെട്ടിപ്പോയി. അപ്പോ അഹമ്മദിന്റെ ജീവിതത്തിൽ നമ്മൾ കണ്ട ഈ മാറ്റത്തിന് പിന്നിലെ കണക്കെന്താണെന്ന് നോക്കിയാലോ? ഓരോ ദിവസവും 1% മെച്ചപ്പെടുന്നതിനെ നമുക്ക് 1.01 എന്നൊരു സംഖ്യയായി കാണാം. ഒരു വർഷത്തില് 365 ദിവസങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ ഓരോ ദിവസവും ഈ 1% വെച്ച് നമ്മൾ മെച്ചപ്പെട്ടാൽ ഒരു വർഷം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഒന്ന് ഊഹിച്ചു നോക്കൂ. ഉത്തരം ശരിക്കും ഞെട്ടിക്കുന്നതാണ്. ഏകദേശം 38. അതെ,
1 വർഷം കൊണ്ട് നിങ്ങൾ ഇന്നുള്ളതിനേക്കാൾ ഏകദേശം 38 മടങ്ങ് മെച്ചപ്പെടും. ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ആ 1% മാറ്റമാണ് വർഷാവസാനം ഇത്രയും വലിയൊരു വളർച്ചയായി മാറുന്നത്. ഇതിനെയാണ് നമ്മൾ കോമ്പൗണ്ടിങ്ങിന്റെ മാജിക് എന്ന് പറയുന്നത്. ആ വ്യത്യാസം എത്ര വലുതാണെന്ന് നോക്കൂ. ഇന്ന് നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് തുടങ്ങി ദിവസവും ഒരു കുഞ്ഞൻ ചുവട് മുന്നോട്ട് വെച്ചാൽ മാത്രം മതി. 1 വർഷം കഴിയുമ്പോൾ നിങ്ങൾ എവിടെയായിരിക്കുമെന്ന് ഒന്ന് സങ്കൽപ്പിച്ചു നോക്കിക്കേ. അപ്പോൾ ഈ പാഠം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഉപയോഗിക്കാം? അഹമ്മദിന്റെ കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിങ്ങൾക്കും ഈ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഒന്നോർക്കുക, വിജയമെന്നത് ഒരു വലിയ കെട്ടിടം ഒറ്റ ദിവസം കൊണ്ട് പണിയുന്നത് പോലെയല്ല, മറിച്ച് ഓരോ ദിവസവും ഓരോ ഇഷ്ടിക വെച്ച് പതുക്കെ പടുത്തുയർത്തുന്നത് പോലെയാണ്. ആ ചെറിയ സ്ഥിരമായ പ്രവർത്തികളാണ് അവസാനം വലിയൊരു മാറ്റമായി മാറുന്നത്. ഈയൊരു യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് സ്ഥിരത അഥവാ കൺസിസ്റ്റൻസി എന്നതാണ്. എല്ലാ ദിവസവും ഒരു മുടക്കവും വരുത്താതെ നിങ്ങൾ തിരഞ്ഞെടുത്ത ആ ചെറിയ കാര്യം ചെയ്യുക. അതിലാണ് യഥാർത്ഥ ശക്തി ഒളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ഇന്ന് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ആ 1% എന്താണ്? ചിലപ്പോൾ അത് 10 പേജ് വായിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നടക്കുന്നതായിരിക്കാം, അതുമല്ലെങ്കിൽ പുതിയൊരു വാക്ക് പഠിക്കുന്നതായിരിക്കാം. എന്തായാലും ആ ചെറിയ ചുവട് ഇന്ന് തന്നെ വയ്ക്കുക. കാരണം നിങ്ങളുടെ ഇന്നത്തെ 1% നാളത്തെ 100%.